ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഈ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 9-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ റോഹൻ എന്ന ഒരു ആൺകുട്ടിയുണ്ടായിരുന്നു. ബുദ്ധിശക്തിയും വിവിധങ്ങളായ കഴിവുകളുമുള്ള ഒരു കുട്ടിയായിരുന്നു റോഹനെങ്കിലും സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അവൻ വളരെ പിന്നിലായിരുന്നു. ഒരു ദിവസം അവൻ ആ ഗ്രാമത്തിലെ തെരുവിൽ കൂടെ നടക്കുമ്പോൾ വൃദ്ധനായ ഒരു ജ്ഞാനിയെ കണ്ടുമുട്ടി. ആ വൃദ്ധൻ റോഹന് തൻ്റെ കയ്യിലെ ബാസ്ക്കറ്റിൽ നിന്നും വളരെ ഡെലീഷ്യസായ ഒരു ആപ്പിൾ സമ്മാനിച്ചു. വൃദ്ധൻ്റെ കയ്യിൽ നിന്നും ആ ആപ്പിൾ റോഹൻ വാങ്ങി. പക്ഷേ ഒരു വാക്ക് നന്ദി പോലും പറയാതെയാണ് അവനത് വാങ്ങിയത്. അപ്പോൾ ആ വൃദ്ധൻ റോഹനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, മാന്ത്രിക വാക്കുകൾക്ക് ഈ ആപ്പിളിൻ്റെ രുചിയെ ഇരട്ടിപ്പിക്കാൻ സാധിക്കും. വൃദ്ധൻ പറഞ്ഞത് റോഹന് മനസ്സിലായില്ല. വൃദ്ധൻ പറഞ്ഞതിനെക്കുറിച്ച് റോഹൻ ആലോചിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം അവനോട് മാന്ത്രിക വാക്കുകളെക്കുറിച്ച് വിശദീകരിച്ചു. വളരെ ലളിതവും നമുക്ക് നിസ്സാരവുമെന്ന് തോന്നുന്ന പ്ലീസ്, താങ്ക് യു, എക്സ്ക്യൂസ് മീ, ഈ വാക്കുകൾ മനുഷ്യ ജീവിതങ്ങൾക്ക് മൂല്യവും ബഹുമാനവും നേടിക്കൊടുക്കുന്നു. തൻ്റെ തെറ്റ് എന്തെന്ന് മനസ്സിലാക്കിയ റോഹൻ ആ വൃദ്ധനോട് ക്ഷമ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ പോലും ഈ വാക്കുകൾ അവൻ മനഃപൂർവ്വമായി ഒഴിവാക്കിയില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ടതായ ചില മൂല്യങ്ങൾ ഈ ചെറുകഥയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ദൈവസന്നിധിയിൽ നാം എപ്രകാരം ദൈവത്തോട് വിധേയമുള്ളവരായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ നാം ഈ പ്രഭാതത്തിൽ ദൈവം തട്ടി ഉണർത്തി. പുതിയ ദിവസം നമ്മുടെ ആയുസ്സോട് ദൈവം കൂട്ടിച്ചേർത്തു. നമ്മുടെ ദൈനംദിന തിരക്കുകളുടെ മധ്യത്തിൽ ഈ ദൈവത്തിന് ഒരു നന്ദി പറയാതെയാണോ ഉറക്കമുണർന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത്? ചെയ്ത തെറ്റുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുദപിക്കുവാൻ നാം മനസ്സ് കാണിക്കാറുണ്ടോ? നമ്മുടെ ഓരോ പ്രാർത്ഥനയും നന്ദിയും അനുതാപവും അതിലുണ്ടാകണം. ഭൗതികമായ ഉയർച്ചകളും അനുഗ്രഹങ്ങളും മാത്രമല്ല നാം പ്രാർത്ഥനയിൽ യാചിക്കേണ്ടത്. നടക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രവർത്തന മേഖലകളിൽ നാം ആയിരിക്കുമ്പോഴും ഒരു ദിവസം എത്ര സ്തോത്രം ഞാനും നിങ്ങളും പറയുന്നുണ്ട്? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നന്ദിയോടും സ്തോത്രത്തോടും അനുതാപത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് ചെല്ലാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തുതി പാടുവാൻ എല്ലായ്പ്പോഴും ഞങ്ങളുടെ നാവിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുവാൻ, അനുതാപ ഹൃദയത്തോടുകൂടെ കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.